പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്, ഡെയിലി അപ്ഡേറ്റ്സാണ്. നമ്മൾ മുൻപ് ഡെയിലി അപ്ഡേറ്റ്സ് വീഡിയോസ് ചെയ്തിരുന്നു. ഇനി അങ്ങോട്ട് നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സ് വീഡിയോസ് കാണും. അപ്പോൾ നമ്മൾ നാളെ 2025 ജൂൺ മാസം 10-ാം തീയതി അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് നാളെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴ പല ജില്ലകളിലും ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എത്തിയിരിക്കുകയാണ്. മറ്റന്നാൾ മുതൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4ഓളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ തന്നെ പല ജില്ലകളിലും മഴ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട്. കരുവാരക്കുണ്ട് മേഖലയിലൊക്കെ ശക്തമായിട്ടുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിൻ്റെ വിതരണമാണ്. ഈ മാസം തന്നെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിൻ്റെ 20ാമത്തെ ഗഡു വിതരണം ഉണ്ടാകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്ത KYC അതുപോലെ തന്നെ പുതിയ നടപടികൾ എന്തൊക്കെയാണോ അതൊന്നും പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ഇനിയൊരു തുക ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു തുക തിരിച്ചടവില്ലാത്ത തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തുക നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റേഷൻ വിതരണം, ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. വെള്ളക്കാർഡിന് 6 കിലോ അരിയുണ്ട് 10 രൂപ 90 പൈസ നിരക്കിൽ. അതുപോലെ തന്നെ നീലക്കാർഡിന് ഓരോ കാർഡിലെ ആളൊന്നിന് 2 കിലോ അരി വെച്ചും, കൂടാതെ അധിക വിഹിതമായിട്ട് ഒരു 3 കിലോ അരി കൂടി ലഭിക്കുന്നുണ്ട്. അത് വാങ്ങിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ 3 മാസത്തിൽ കൂടുതൽ ഈ ഒരു മുൻഗണനാ കാർഡുള്ള ആളുകൾ റേഷൻ ആനുകൂല്യം കൈപ്പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മുൻഗണനേതര കാർഡിലേക്ക് മാറ്റുന്ന നടപടി ഇപ്പോൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കൂടാതെ തന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഈ ഒരു മുൻഗണനേതര കാർഡ് കൈവശം വെച്ചിരിക്കുന്ന അർഹരായിട്ടുള്ള ആളുകൾക്ക് മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറുന്നതിന് വേണ്ടി ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന 15-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ ഒരു നടപടികൾ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ അർഹതയുള്ള എല്ലാവർക്കും വളരെ പെട്ടെന്ന് മാറ്റം കിട്ടുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ പെൻഷനാണ്. ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. പെൻഷൻ തുക കൂട്ടും എന്ന് പറഞ്ഞിരുന്നല്ലോ, ഇതൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഇപ്പോൾ പെൻഷൻ തുക 2500 എത്തില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് മന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തുക മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്തെങ്കിലും ഈ ഒരു സർക്കാരിൻ്റെ സമയത്ത് തന്നെ തുകയിലൊരു ഗണ്യമായിട്ടുള്ള വർധനവ്, അതായത് 100 രൂപ മുതൽ 200 രൂപ വരെ ഒരു വർധനവ് പ്രതീക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം എത്തിയിരിക്കുകയാണ്. ഇതിനായാലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകളാണ് ഇവയെല്ലാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമ്മൾ കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. എന്തായാലും ഡെയിലി അപ്ഡേറ്റ്സ് ആണ്. നാളെ മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഇനി നാളെയും ഈ വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. കൂടാതെ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തന്നെ സെക്കൻഡ് ചാനലാണ് കാണാൻ സാധിക്കുന്നത്.